Once again, welcome back to my YouTube channel. My name is Ibad Rahman. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം വീഡിയോ ആയിട്ടാണ് എന്നോട് ആ ചോദ്യം ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം നമുക്ക് ആ വീഡിയോ എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. ഈ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള മെത്തേഡ് എങ്ങനെയാണ് എന്നാണ് നമ്മളോട് അവൻ ചോദിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാതൊരുവിധ മാജിക്കുമില്ല. നമ്മൾ ചെയ്യേണ്ട ഇതാണ്, നമ്മുടെ കണ്ടന്റ് നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നതനുസരിച്ച് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സബ്സ്ക്രൈബേഴ്സ് കൂടിയേക്കാം. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഞാൻ യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂടാമെന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് നമ്മുടെ വീഡിയോയുടെ എൻഡ് കാർഡിൽ 20 സെക്കൻഡ്സ് മുമ്പ് നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ബട്ടൺ എനേബിൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുക എന്നൊന്നും പറയാതിരിക്കുക. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ ആ വീഡിയോ കാണാതെ അടുത്ത വീഡിയോയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാതെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് അവസാനം ഇവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടും. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു രീതി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ സബ്സ്ക്രിപ്ഷൻ കീ ഷോർട്ടേൺ ആയിട്ടിടും. അതായത് ആദ്യം ടോപ്പിലേക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ ഷോർട്ടേൺ ആയിട്ടിടും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ടെക്നിക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്തത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്യുന്ന മധു ഭാസ്കരൻ സാറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 50,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുണ്ടായി. മറ്റൊരു മെത്തേഡ് എനിക്ക് തോന്നിയേക്കുന്നത്, നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ ബ്ലോഗോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ജസ്റ്റുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കീ ഇടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ തന്നെ API പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് എൻ്റെ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ URL അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കീ കിട്ടുന്നതാണ്. മറ്റൊരു മെത്തേഡ്, യൂട്യൂബ് ചെയ്യുന്ന മറ്റു ആളുകളുമായിട്ട് സഹകരിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചാനലുമായിട്ട് വേറെ ആരെങ്കിലും സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണുമ്പോൾ പക്ഷേ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ചാനലുകൾ കണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന 2-3 യൂട്യൂബ് ചാനലിൻ്റെ ഫീച്ചേർഡ് ചാനലായിട്ട് എൻ്റെ ചാനൽ അവിടെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത്, വാട്സപ്പിൽ ഞാൻ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഈ സബ്സ്ക്രിപ്ഷൻ കീ ഷോർട്ടേൺ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആളുകൾ അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം ചില മെസ്സേജുകൾ വരാറുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരാറുണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വീഡിയോയുടെ താഴെ URL, അതായത് സബ്സ്ക്രിപ്ഷൻ കീ ഒന്നും ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിടരുത്. കാരണം ഈ കമൻറ്റ് വരുന്നത് ഒരുപക്ഷെ സ്പാമിലായിരിക്കാം. സ്പാം ആയിട്ട് നമ്മുടെ കമൻറ്റിനെ യൂട്യൂബ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ചാനൽ വരെ ടെർമിനേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം, കണ്ടന്റ് ഈസ് ദ കിങ്. നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫാൻസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഓട്ടോമാറ്റിക്കലി അവർ സബ്സ്ക്രൈബ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ്, ഡിസ്ക്രിപ്ഷന് താഴെ ഷോർട്ടേൺ ആയിട്ട് ഫസ്റ്റ് തന്നെ കാണുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ മെത്തേഡ്, എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം 20 സെക്കൻഡ്സിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കീ ആഡ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ഒരു മെത്തേഡ്, നമ്മുടെ ബ്ലോഗിലോ വെബ്സൈറ്റിലോ വിഡ്ജസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കീ ആഡ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ മെത്തേഡാണ് കൊളാബറേഷൻ. അതായത് യൂട്യൂബ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ ഇങ്ങനത്തെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് യാതൊരുവിധ മാജിക്കും എൻ്റെ മുന്നിലില്ല. ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇമെയിലിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ടെക്നോളജി പരമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.